നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ ചില വിചിത്രമായ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിക്കുന്നതെന്ന്? നോക്കുന്നിടത്തെല്ലാം ഒരേ നമ്പറുകൾ ആവർത്തിച്ചു വരുന്നു. അതുവരെ ഒപ്പമുണ്ടായിരുന്ന ചില ആളുകൾ പെട്ടെന്ന് അകന്നു പോകുന്നു. എന്നാൽ ഇതിനെല്ലാം ഇടയിലും ഉള്ളിലെവിടെയോ ഒരു വലിയ വിജയത്തിന്റെ പ്രതീക്ഷ നിങ്ങളിൽ നിറയുന്നുണ്ടോ? എങ്കിൽ കേട്ടോളൂ, പ്രപഞ്ചം നിങ്ങളുടെ ജീവിതം മാറ്റിമറിക്കാൻ പോകുകയാണ്. അതിനു മുന്നോടിയായി പ്രപഞ്ചം തരുന്ന ഏറ്റവും വലിയ 7 അടയാളങ്ങളാണ് നിങ്ങൾ ഈ അനുഭവിക്കുന്നത്. ലോകമെമ്പാടുമുള്ള പലരും തങ്ങളുടെ ജീവിതത്തിലെ വലിയ വിജയങ്ങൾക്ക് തൊട്ടുമുൻപ് ഈ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങളുടെ യഥാർത്ഥ രഹസ്യം എന്താണെന്നറിയാൻ ഈ വീഡിയോ മുഴുവനായും കാണൂ. ആദ്യത്തെ സൂചന, പഴയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് അപ്രത്യക്ഷമാകാൻ തുടങ്ങുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു കാലത്ത് നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ടിരുന്ന ചില കാര്യങ്ങൾ ഇപ്പോൾ അത്ര പ്രാധാന്യമില്ലാത്തതായി തോന്നുന്നു. ചില ബന്ധങ്ങൾ അകന്നുപോകുന്നു, ചില സുഹൃത്തുക്കൾ പെട്ടെന്ന് ജീവിതത്തിൽ നിന്ന് മാറിപ്പോകുന്നു, ചില ജോലികൾ അവസാനിക്കുന്നു, ചില അവസരങ്ങൾ നഷ്ടപ്പെടുന്നു. ആദ്യ നോട്ടത്തിൽ ഇതൊരു വലിയ നഷ്ടമായി തോന്നാം. എന്നാൽ പലപ്പോഴും ഒരു പുതിയ അധ്യായം തുടങ്ങുന്നതിനു മുൻപ് പഴയ അധ്യായം അവസാനിക്കേണ്ടതുണ്ട്. ഒരു മരം പുതിയ ഇലകൾ വളർത്തുന്നതിനു മുൻപ് പഴയ ഇലകൾ കൊഴിക്കുന്നതുപോലെ പ്രപഞ്ചം ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ സ്ഥലമൊരുക്കുന്നു. പുതിയ അനുഗ്രഹങ്ങൾ വളരുന്നതിനു മുൻപ് പഴയതും ആവശ്യമില്ലാത്തതുമായ കാര്യങ്ങൾ മാറിപ്പോകുന്നു. അതുകൊണ്ട് ചില ആളുകൾ അകന്നുപോയാലോ ചില അവസരങ്ങൾ നഷ്ടപ്പെട്ടാലോ ഉടൻ നിരാശപ്പെടരുത്. ചിലപ്പോൾ അതൊരു അവസാനമല്ല, ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയായിരിക്കാം. രണ്ടാമത്തെ സൂചന, ഒരേ നമ്പറുകൾ വീണ്ടും വീണ്ടും കാണുന്നു. 111, 222, 333, 444 ഇത്തരത്തിലുള്ള നമ്പറുകൾ പലരും നിരന്തരം കാണുന്നതായി പറയാറുണ്ട്. ഫോണിലെ സമയം, വാഹന നമ്പറുകൾ, ബില്ലുകൾ, സോഷ്യൽ മീഡിയ ലൈക്കുകൾ, എവിടെയും ഒരേ നമ്പറുകൾ. ആത്മീയ വിശ്വാസങ്ങളിൽ ഇതിനെ ഏഞ്ചൽ നമ്പേഴ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഇത് പ്രപഞ്ചം നിങ്ങളുടെ ശ്രദ്ധയാകർഷിക്കാൻ ശ്രമിക്കുന്ന ഒരു മാർഗമാണെന്ന് പലരും വിശ്വസിക്കുന്നു. ഇത്തരം നമ്പറുകൾ കാണുമ്പോൾ ഒരു നിമിഷം നിൽക്കൂ. ആ സമയത്ത് നിങ്ങൾ എന്താണ് ചിന്തിച്ചിരുന്നത്, എന്താണ് അനുഭവിച്ചിരുന്നത്? പലപ്പോഴും ആ ചിന്തകളോടോ ആഗ്രഹങ്ങളോടോ ബന്ധപ്പെട്ട സന്ദേശമായിരിക്കാം അത്. നിങ്ങൾ എന്തു വിശ്വസിച്ചാലും ഇത്തരം നമ്പറുകൾ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ബോധവാന്മാരാക്കുന്നുവെങ്കിൽ അതുതന്നെ ഒരു നല്ല കാര്യമാണ്. മൂന്നാമത്തെ സൂചന, നിങ്ങളുടെ ഉള്ളിൽ ശക്തമായൊരു മാറ്റം അനുഭവപ്പെടുന്നു. പുറത്തൊന്നും മാറിയിട്ടില്ല, പക്ഷെ ഉള്ളിലെന്തോ മാറുന്നു. മുൻപ് നിങ്ങളെ വിഷമിപ്പിച്ച കാര്യങ്ങൾ ഇപ്പോൾ അത്ര ബാധിക്കുന്നില്ല. മുൻപ് ഭയപ്പെട്ടിരുന്ന കാര്യങ്ങളെ ഇപ്പോൾ ധൈര്യത്തോടെ നേരിടുന്നു. മുൻപ് അസാധ്യമെന്ന് കരുതിയ സ്വപ്നങ്ങൾ ഇപ്പോൾ സാധ്യമാകും എന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ശക്തമായൊരു സൂചനയാണ്. കാരണം എല്ലാ വലിയ മാറ്റങ്ങളും ആദ്യം മനസ്സിലാണ് ആരംഭിക്കുന്നത്. നമ്മുടെ ചിന്തകൾ മാറുമ്പോൾ നമ്മുടെ തീരുമാനങ്ങൾ മാറുന്നു. തീരുമാനങ്ങൾ മാറുമ്പോൾ ജീവിതവും മാറുന്നു. അതിനാൽ നിങ്ങളുടെ ഉള്ളിൽ പുതിയ ആത്മവിശ്വാസവും പ്രതീക്ഷയും വളർന്നിട്ടുണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്. നാലാമത്തെ സൂചന, അപ്രതീക്ഷിത അവസരങ്ങൾ പ്രത്യക്ഷപ്പെടുന്നു. ചിലപ്പോൾ ജീവിതത്തിൽ അത്ഭുതകരമായ യാദൃശ്ചിതകൾ സംഭവിക്കും. നിങ്ങൾക്ക് ആവശ്യമായ ഒരു വ്യക്തിയെ പെട്ടെന്ന് കണ്ടുമുട്ടുന്നു, ഒരു പുതിയ അവസരം ലഭിക്കുന്നു, ഒരു പുതിയ ആശയം ലഭിക്കുന്നു. ഒരു വാതിൽ അടയുമ്പോൾ മറ്റൊരു വാതിൽ തുറക്കുന്നു. ഇതെല്ലാം യാദൃശ്ചികമാണോ, അല്ലെങ്കിൽ പ്രപഞ്ചം നിങ്ങളെ പുതിയ ദിശയിലേക്ക് നയിക്കുകയാണോ? അതിന്റെ ഉത്തരം അറിയാൻ ഒരാൾക്കും കഴിയില്ല. എന്നാൽ ഒരു കാര്യം ഉറപ്പാണ്, അവസരങ്ങൾ വരുമ്പോൾ അവ തിരിച്ചറിയാൻ തയ്യാറായിരിക്കണം. പല ആളുകളും അനുഗ്രഹങ്ങളെ പ്രശ്നങ്ങളായി തെറ്റിദ്ധരിക്കുന്നു. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന പുതിയ അവസരങ്ങളെ ശ്രദ്ധിക്കുക. അവ നിങ്ങളുടെ ഭാവിയെ മാറ്റിമറിച്ചേക്കാം. അഞ്ചാമത്തെ സൂചന, നിങ്ങൾക്ക് അകത്തുനിന്ന് ഒരു ഉറച്ച വിശ്വാസം ലഭിക്കുന്നു. ഒരു ദിവസം നിങ്ങൾക്ക് ഉള്ളിൽ നിന്ന് തോന്നാൻ തുടങ്ങും, എന്തോ നല്ലത് സംഭവിക്കാൻ പോകുന്നുവെന്ന്. അതിന് തെളിവുകളൊന്നുമുണ്ടാകില്ല, പക്ഷേ ആ വിശ്വാസമുണ്ടാകും, ആ ശാന്തതയുണ്ടാകും, ആ പ്രതീക്ഷയുണ്ടാകും. പലരും അവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നതിനു മുൻപ് ഇത്തരമൊരു ആന്തരിക അനുഭവം ഉണ്ടായതായി പറയുന്നുണ്ട്. ഇത് വെറും പോസിറ്റീവ് ചിന്തയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് പുതിയ സാധ്യതകളിലേക്ക് തുറക്കപ്പെടുന്നതുമാകാം. എന്തായാലും അതൊരു ശക്തിയാണ്. കാരണം വിശ്വാസം പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നു, പ്രവർത്തനം ഫലങ്ങളിലേക്ക് നയിക്കുന്നു. നിങ്ങൾ ഒറ്റയ്ക്കിരിക്കാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുന്നതിന് മുൻപ് പലർക്കും ഒരു പ്രത്യേക അനുഭവം ഉണ്ടാകാറുണ്ട്. അവർക്ക് കൂടുതൽ സമയം ഒറ്റയ്ക്കിരിക്കാൻ തോന്നുന്നു. മുൻപ് ഇഷ്ടപ്പെട്ടിരുന്ന തിരക്കുകളും ആഘോഷങ്ങളും ഇപ്പോൾ അത്ര ആകർഷകമല്ലാതാകുന്നു. ഇത് വിഷാദമോ ഏകാന്തതയോ ആയിരിക്കണമെന്നില്ല. പകരം സ്വന്തം മനസ്സിനെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹമായിരിക്കാം. ചിലപ്പോൾ പ്രപഞ്ചം നമ്മളെ പുറത്തുള്ള ശബ്ദങ്ങളിൽ നിന്ന് അകറ്റി ഉള്ളിലെ ശബ്ദം കേൾക്കാൻ അവസരം നൽകുന്നു. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിക്കും, നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ചിന്തിക്കും,
നിങ്ങൾ യഥാർത്ഥത്തിൽ എന്താണ് ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിയാൻ തുടങ്ങും. ഇതൊരു വലിയ മാറ്റത്തിന്റെ മുന്നോടിയായിരിക്കാം. ആറാമത്തെ സൂചന, നിങ്ങളുടെ ചുറ്റുമുള്ള ആളുകളിൽ നിന്ന് നിങ്ങൾ അകന്നു പോകാൻ തുടങ്ങുന്നു. ജീവിതത്തിൽ ഒരു വലിയ മാറ്റം വരുന്നതിന് മുൻപ് പലർക്കും ഒരു വിചിത്രമായ അനുഭവം ഉണ്ടാകാറുണ്ട്. മുൻപ് മണിക്കൂറുകളോളം സംസാരിച്ചിരുന്ന ആളുകളുമായി ഇപ്പോൾ സംസാരിക്കാൻ താൽപ്പര്യമില്ല. അനാവശ്യമായ ചർച്ചകളും നാടകീയതകളും നിങ്ങളെ അലട്ടാൻ തുടങ്ങുന്നു. തിരക്കേറിയ ഇടങ്ങളിൽ പോകുന്നതിനേക്കാൾ ശാന്തമായ സ്ഥലങ്ങളിൽ ഇരിക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു. ഇത് അഹങ്കാരമോ മറ്റുള്ളവരോടുള്ള വെറുപ്പോ അല്ല, പകരം നിങ്ങളുടെ മനസ്സ് ഒരു പുതിയ ഘട്ടത്തിലേക്ക് തയ്യാറാകുന്നതിന്റെ ഭാഗമായിരിക്കാം. ഒരു ചിത്രശലഭം രൂപപ്പെടുന്നതിന് മുൻപ് പുഴു ഒരു കോശത്തിനുള്ളിൽ ഒറ്റപ്പെടുന്നത് പോലെ ജീവിതത്തിലെ ചില വലിയ മാറ്റങ്ങൾക്ക് മുൻപ് മനുഷ്യനൊരു ആന്തരിക യാത്രയിലൂടെ കടന്നുപോകാറുണ്ട്. ഈ സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ചിന്തകളെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങും. നിങ്ങളുടെ ലക്ഷ്യങ്ങളെ പുനഃപരിശോധിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ആരൊക്കെയാണ് പ്രധാനമെന്ന് തിരിച്ചറിയാൻ തുടങ്ങും. പല ആത്മീയ വിശ്വാസങ്ങളും പറയുന്നത് പ്രപഞ്ചം ചിലപ്പോൾ നമ്മെ പുറത്തുള്ള ശബ്ദങ്ങളിൽ നിന്ന് അകറ്റി ഉള്ളിലെ ശബ്ദം കേൾക്കാൻ അവസരം നൽകുന്നു എന്നതാണ്. അതിനാൽ അടുത്തിടെ നിങ്ങൾക്ക് കൂടുതൽ സമയം ഒറ്റയ്ക്ക് ചെലവഴിക്കാനാണ് തോന്നുന്നതെങ്കിൽ അതൊരു വലിയ മാറ്റത്തിന്റെ മുന്നോടിയായിരിക്കാം. ഏഴാമത്തെ സൂചന, പഴയ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും വീണ്ടും മനസ്സിലേക്ക് വരുന്നു. വർഷങ്ങൾക്ക് മുൻപ് നിങ്ങൾക്കൊരു സ്വപ്നമുണ്ടായിരുന്നോ? ഒരു ലക്ഷ്യം, ഒരു ആഗ്രഹം. കാലക്രമേണ നിങ്ങളത് മറന്നുപോയിരിക്കാം. എന്നാൽ അടുത്തിടെ ആ സ്വപ്നം വീണ്ടും മനസ്സിലേക്ക് വരാൻ തുടങ്ങിയിട്ടുണ്ടോ? അത് യാദൃഷ്ടികമാകണമെന്നില്ല. പലപ്പോഴും നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലേക്ക് തിരികെ കൊണ്ടുവരാൻ ജീവിതം ശ്രമിക്കാറുണ്ട്. ഒരു പുസ്തകം വായിക്കുമ്പോൾ, ഒരു വീഡിയോ കാണുമ്പോൾ, ഒരു വ്യക്തിയെ കണ്ടുമുട്ടുമ്പോൾ പഴയ സ്വപ്നം വീണ്ടും ഉണരുന്നു. അത് നിങ്ങളുടെ അടുത്ത അധ്യായത്തിലേക്കുള്ള ഒരു ക്ഷണമായിരിക്കാം. നിങ്ങളുടെ മനസ്സ് വീണ്ടും വീണ്ടും ഒരു കാര്യത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നുണ്ടെങ്കിൽ അതിനെ അവഗണിക്കരുത്. ഈ വിവരങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നിയെങ്കിൽ ഈ വീഡിയോ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും പ്രിയപ്പെട്ടവർക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. പ്രപഞ്ചത്തിന്റെ ഇത്തരം അത്ഭുതകരമായ സൂചനകളെയും ആത്മീയ രഹസ്യങ്ങളെയും കുറിച്ചുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഈ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ ഉടനടി നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. പരക്കട്ടെ പ്രകാശം.